ഇതാ മോള്. പറയാം. എന്തായാലും ഇവളെ ഞാൻ ആ തൊമ്മിച്ചന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി. തൊമ്മിക്കുഞ്ഞിന് നല്ല ചേർച്ചയായിരിക്കും. പക്ഷെ അപ്പച്ച ഇത് നടക്കൂ? അതന്നെ. അല്ല, തൊമ്മിച്ചനോട് ഇഷ്ടപ്പെടണ്ടേ? അതന്നെടാ, പെണ്ണ് സുന്ദരിയല്ലേ? സുന്ദരിയൊക്കെ തന്നെ, അത് നമ്മുടെ കണ്ണിലല്ലേ. കൂടെ കിടക്കുന്നവനല്ലേ അപ്പച്ച രാപ്പനെ അറിയൂ. അവന്റെ മനസ്സിലുള്ള ഇതൊന്നുമല്ല. ഐശ്വര്യ റായിയും സുസ്മിതാ സെന്നും ഒക്കെയാ. അതൊക്കെ ആരാടാ? ഒന്ന് ലോകസുന്ദരി, മറ്റത് ത്രിലോക സുന്ദരി. എന്റെ മോളെ, എനിക്ക് അപ്പൊ എന്നാ ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു. അപ്പനും മോനും കൂടി കേറി വന്നേച്ച് ചോദിക്കുവാ ഈ റോസ്മേരിയുടെ വീട് ഇതാണോന്ന്. അപ്പോഴേ എന്റെ പകുതി ജീവൻ അങ്ങ് പോയി. പിന്നെ വന്ന കാര്യം കൂടി പറഞ്ഞു കേട്ടപ്പോ എന്റെ കയ്യും അനങ്ങുന്നില്ല, കാലും അനങ്ങുന്നില്ല. പിന്നെ ജോണിച്ചനും അപ്പനും ആണെങ്കിൽ സ്ഥലത്തും ഇല്ലല്ലോ. ആലീസ് കുഞ്ഞ് ഈ വിവരം ഒന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാമായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവരുടെ മുമ്പിൽ കൊണ്ടുപോയി അങ്ങ് വെച്ചു. പേരെന്നതാന്നാ പറഞ്ഞേ? പേരോ? പുഞ്ചക്കാട്ട് കുരിശിങ്കൽ ഔസേപ്പച്ചനെന്ന് പറഞ്ഞാൽ ആരാ? റബ്ബറും കുരുമുളകും ഏലവും എല്ലാം കണ്ണെത്താ ദൂരം വരെ പരന്നു കിടക്കുകയാണെന്നാ കേട്ടിട്ടുള്ളേ. അതല്ല മകന്റെ പേര്. ഓ, അതൊന്നും ഞാൻ ചോദിച്ചില്ല. അല്ലെങ്കിൽ തന്നെ പേരിൽ എന്നായിരിക്കുന്നു? കോടീശ്വരനല്ലയോ? ഒക്കെ ഞാൻ വേളാങ്കണ്ണി മാതാവിനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലവാ. എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. കുറച്ച് തിരക്കുണ്ട്. പോകുന്ന വഴി കൂപ്പിലൊന്ന് കയറിയിട്ട് വേണം പോവാൻ. ഒരു ദിവസം വീട്ടുകാരിയായിട്ട് വരാം. വരുമ്പോ നേരത്തെ വിവരം അറിയിച്ചു വരണേ. അപ്പോ അത് ഞാൻ ഇവിടെ കാണും. എന്നാൽ അങ്ങനെ കേട്ടെ. വരട്ടെ അമ്മച്ചി. ആരാടി ആ വന്നേച്ചു പോയത്? ഒന്ന് സമാധാനപ്പെട്. അതാ പുഞ്ചക്കാട്ട് കുരിശെങ്കിൽ അവസേപ്പിച്ച മോനുവാ. അവർക്ക് ഇവിടെ എന്നാ കാര്യം? അവര് റോസ് മോളെ പെണ്ണ് കാണാൻ വന്നതാ. എന്നെ കുരിശിങ്കൽ ഔസേപ്പച്ചൻ മോന് വേണ്ടി റോസിനെ കാണാൻ വന്ന? ഒന്നുകിൽ അയാൾക്ക് വട്ട്, അല്ലെങ്കിൽ നിനക്ക് വട്ട്. കർത്താവാണി ഉള്ളതാന്നേ. അങ്ങേർക്കൊരു സാധാരണ കുടുംബത്തിലെ പെങ്കൊച്ചിനെ മതിയെന്ന്. വീട്ടുകാരിയായിട്ട് വരാമെന്നും പറഞ്ഞാ പോയത്. അപ്പോ അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ട് കാണും. എന്നാലേ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം എഴുതി നിൽക്കുന്ന ജോണി എന്റെ ആദ്യത്തെ കെട്ടിലെ മോന്, റോസ് നിന്റെ ആദ്യത്തെ കെട്ടിലെ മോള്. എങ്കിലും ഇവിടെ അപ്പന്റെ ആങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളോടുള്ള സ്ഥിതിക്ക് ഞങ്ങളോട് അറിഞ്ഞിട്ടുള്ള പെണ്ണ് കാണലും കെട്ടുകല്യാണമൊക്കെ മതി. ഇനി ഏത് കൊമ്പത്തെ മുതലാളുടെ മോനാനും ശരി. മനസ്സിലായല്ലോ? എന്നെ മനുഷ്യ ഒരുമാതിരി കുന്തം മെഴുകിയമാതിരി ഇരിക്കുന്നേ. പെണ്ണ് കാണാൻ പോയതിന്റെ വിശേഷം ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി? ഭാര്യമാർ ചോദിച്ചാൽ ഉടൻ വിശേഷങ്ങൾ വിളമ്പുന്ന ഭർത്താക്കന്മാരെ തെങ്കോന്നും താനായിരിക്കും. അല്ലേടാ തൊമ്മി? റോസ്മേരി ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ തെണ്ടി അവളെ കൊണ്ടുപോകും. ഈശ്വര, തൊമ്മിയായിട്ടുള്ള ആലോചന മുടങ്ങിപ്പോണേ. കർത്താവേ, ഈ കല്യാണാലോചന കലങ്ങിയില്ലെങ്കിൽ എന്റെയും ആശയുടെയും കാര്യം പോക്ക. ഇത് പൊളിക്കാനുള്ള നല്ല വഴി. നാളെ തന്നെ അമ്മച്ചയും കൂട്ടി നീ ആ പെണ്ണിന്റെ വീട് വരെ പോണം. എനിക്കിപ്പോ കല്യാണം വേണ്ട അപ്പച്ച. അതന്നെ നീ സെമിനാരി ചേരാൻ പോകും. ഇവരൊക്കെ സെമിനാരി ചേർന്നാ സെമിനാരി അന്ന് എന്നെ പൂട്ടും. അത് ഒരു കൊല്ലം കൂടി കഴിഞ്ഞ മതി എനിക്ക്. ഒരു കൊല്ലം വരെ വെച്ച് നീട്ടുന്നേ. അപ്പച്ച അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കുന്നത്? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഒരുപാട് പ്രാവശ്യം ഉള്ളത്. എടാ തൊമ്മി, ഇതുപോലൊരു നല്ല പെണ്ണിനെ നിന്റെ ജീവിതത്തിൽ ഇനി കിട്ടാൻ പോകുന്നില്ല. നീ കണ്ടതല്ലേടാ? പറഞ്ഞു കൊടുക്ക്. അത് പിന്നെ അത്ര വലിയ സുന്ദരിയൊന്നും അല്ലെങ്കിലും തീരെ വിരൂപയൊന്നുമല്ല. പിന്നെ ഒരു കാലം ചെറിയ മുടന്നുണ്ട്, പക്ഷെ അത് ഫീൽ ചെയ്യില്ല. എന്റെ കർത്താവെ, മുടന്നുണ്ടോ? ചെറുതായിട്ട്. നീ ഏത് കണ്ണുകൊണ്ടാണ് കണ്ടത്? ആ പെങ്കൊച്ച് പുലിയെ പോലെ തുള്ളിച്ചാടി വരുന്നത് ഞാൻ കണ്ടതല്ലേ? അപ്പൊ 4 കാലുണ്ടോ? പിന്നെ ആ പെണ്ണിന്റെ സംസാരം കേട്ടാ നമുക്ക് ചിരി വരും.
ഈ വിക്കുള്ളവർക്ക് എങ്ങനെ ഇത്ര സ്പീഡിൽ സംസാരിക്കാൻ പറ്റുന്നത്? അയ്യോ വിക്കുണ്ടോ? ഇനി തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോന്ന് ആർക്കറിയാം. ഇരുന്നിരുന്ന അപ്പച്ച എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണുകൊള്ളാം. എടാ ഉണ്ണി ഇതൊക്കെ തമാശക്ക് പറയുന്നതാ. നല്ല പെങ്കൊച്ച. ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ച് എല്ലാം ഒത്തുവരികയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നടത്താം. പെണ്ണ് പരമ ബോറാ. ആണ്. ആ, ഹലോ, ആരാ? അപ്പച്ച ഇത് ഞാനാ, ആലീസ്. കൊറേ നേരമായിട്ട് ട്രൈ ചെയ്യുവാ, ലൈൻ കിട്ടുന്നില്ല. അതെവിടെയെങ്കിലും കുത്തിപ്പൊടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. എന്താ മോളെ അത്യാവശ്യമായിട്ട്? ഏയ് ഒന്നുമില്ല, തൊമ്മിക്കുഞ്ഞിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ വിളിച്ചേ. അത് തന്നെയാ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നേ. അപ്പച്ച ഒരബദ്ധം പറ്റി. ഏ ചെറുക്കൻ നമ്മുടെ ഉണ്ണിയാണെന്ന് അവര് കരുതിയിരിക്കുന്നേ. അവനെ കൊണ്ടുപോയത് കുഴപ്പമായല്ലോ. അത് മാത്രമല്ല, വിശദമായി അന്വേഷിച്ചപ്പോ അവളുടെ ആ രണ്ടാനച്ചനും ആങ്ങളെയും അത്ര ശരിയല്ലെന്നാ കേട്ടെ. ആന്നോ? ഓ, അറിഞ്ഞു നന്നായി. അല്ലെങ്കിൽ തൊമ്മിക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയുന്നേ. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. ഔസപ്പച്ചോ, രണ്ടുപേരും ഗംഭീര ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താണോ വിശേഷം? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറന്നോ? കർത്താവേ, എടോ തന്റെ എന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഇപ്പോഴെങ്കിലും താൻ ഓർത്തല്ലോ, സന്തോഷം. ഈ രണ്ട് വീട്ടിലെയും ആരുടെയെങ്കിലും ബർത്ത്ഡേ ഇതുവരെ അപ്പച്ചൻ ഓർത്തിട്ടുണ്ടോ? അച്ഛൻ കൃത്യമായിട്ട് വിളിച്ചു പറയുമ്പോഴല്ലേ അപ്പച്ചൻ ഓർക്കുന്നത്. അങ്ങനെ അപ്പച്ചനെ ആരും വെറുതെ കുറ്റപ്പെടുത്തണ്ട. ചടങ്ങുകളും മാമൂലികളും ഇഷ്ടപ്പെടാത്ത ഒരു ശുദ്ധ മനുഷ്യനായി ഈ അപ്പച്ചൻ. വിശ്വാസം ഇല്ലാത്തോണ്ടൊന്നുമല്ല, ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ കാര്യങ്ങളും അച്ഛൻ നടത്തിക്കോളുന്നു ഉറപ്പുള്ളതുകൊണ്ടാ അപ്പച്ചൻ ഉഴപ്പുന്നത്. മതി തന്തമാരുടെ തലക്കേറി നിരങ്ങണ്ട. സ്വഭാവത്തിലുള്ള ഈ വൈജാത്യമാ ഞങ്ങളെ എന്നും സുഹൃത്തുക്കളാക്കി നിർത്തുന്നത്, അറിയാവോ? അങ്ങനെ പറഞ്ഞു കൊടുക്കാറെന്താ? നാളിതുവരെ ഞങ്ങളിലൊരാളുടെ അഭിപ്രായം മറ്റേയാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അത് ശരിയാ. ഞാൻ മുറുക്കും, ഇവൻ സിഗരറ്റ് വലിക്കും, ഇവൻ മോര് കുടിക്കും, ഞാൻ കള്ളു കുടിക്കും. അതുകൊണ്ടാ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് സ്പെഷ്യൽ വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. Cheers. അമ്മച്ചി, ഒരു 3 ഗ്ലാസും 5-6 സോഡ ഇങ്ങെടുത്തോ. അതെന്തിനാണ് 3 ഗ്ലാസ്? അല്ല, അത് പിന്നെ അപ്പച്ചന്റെ കോട്ട 3 പെഗ്ഗ. അത് ആദ്യമേ ഒഴിച്ചു വെച്ചാ പിന്നെ നമുക്ക് സൗകര്യമായല്ലോ. എടുത്ത് കുടിക്കാമല്ലോ. അതെന്താന്ന് വെച്ചാ ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ അകത്ത് പോക്കോ. കുളിമുറിക്കകത്ത് ഞാൻ ഒരു പിറം വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി എടുത്ത് അടിച്ചു. ഓക്കേ. അയ്യോ, അത് ഞാൻ ഇന്നലെ തീർച്ചപ്പച്ച. എന്താ രഹസ്യം? ഒന്നുമില്ല, ഞാൻ ഇവരോട് പള്ളിയിലും അമ്പലത്തിലും വഴിപാട് കഴിക്കണമെന്ന് പറയാ. അതൊന്നുമല്ല, ഈ കുപ്പി ഭദ്രമായിട്ട് അകത്ത് കൊണ്ടുവയ്ക്കാൻ അപ്പച്ചൻ പറഞ്ഞതാ. ഇത് കൊണ്ടു. നമുക്ക് ബാറിൽ പോയി അടിക്കാം. വേണ്ട, കാറിലിരുന്ന് അടിക്കാം.